അപ്പോൾ നമ്മുടെ ഏറ്റവും ആവേശകരമായ മത്സരം നടന്ന ഒരു ജില്ലയിലേക്കാണ് ഇനി പോകുന്നത്. അത് കോഴിക്കോടാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തുടനീളം കേരളത്തിന്റെ ചിത്രം മാറുകയാണെങ്കിൽ ആ ചിത്രത്തിലെ ആദ്യത്തെ മാറ്റത്തിന്റെ മഷി വീഴുന്നത് കോഴിക്കോടായിരിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തിരുന്നവരെല്ലാം പറഞ്ഞത്. അതുപോലെ തന്നെ സംഭവിച്ചു. കെ മധു കോഴിക്കോട് നിന്ന് ബേപ്പൂർ ഒഴിച്ചു നിർത്തിയാൽ തൂത്തെടുത്ത് കോഴിക്കോട് UDF കൊണ്ടുപോകുന്നു. അതിൽ തന്നെ കോൺഗ്രസിന്റെ MLA അയക്കാൻ കഴിയുന്നില്ല എന്ന ആ നിത്യദുഃഖം എന്തായാലും മാറുകയാണ്. മധു, കോഴിക്കോട്ട് എത്രത്തോളം പ്രതീക്ഷിച്ചതാണ് ഈ ജനവിധി? കോഴിക്കോട്ട് ലീഗ് തുടക്കം തൊട്ടേ പറഞ്ഞിരുന്നത് 13-ൽ 13 നേടും എന്നാണ്. എന്നാൽ 5 സീറ്റെങ്കിലും നേടാനാകും എന്നുള്ള പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. കോൺഗ്രസും മികച്ച ഭൂരിപക്ഷം നേടാനാകും, കൂടുതൽ MLA മാർ ഇത്തവണ വിജയിച്ചെത്തും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പങ്കുവച്ചത് തുടക്കം മുതൽ തന്നെ. അത് CPM-ന്റെ പ്രതീക്ഷ പൂർണ്ണമായും അസ്തമിക്കപ്പെടുന്നു. CPI-ക്ക് ഇത്തവണ സീറ്റ് ഇല്ലാതാവുന്നു. CPM-ന് മുഹമ്മദ് റിയാസ് ഒഴികെയുള്ള എല്ലാവരും പരാജയപ്പെടുന്നു എന്നുള്ളതാണ് ഈ ജില്ല നൽകുന്ന ഏറ്റവും സവിശേഷമായ തെരഞ്ഞെടുപ്പ് ഫലം. അത് പറയേണ്ടത് വരുന്നത് 2 പതിറ്റാണ്ടായി കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കോൺഗ്രസിന്റെ മത്സരിച്ച എല്ലാവരും ജയിക്കുന്നു എന്നുള്ളൊരവസ്ഥ കോഴിക്കോട് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. വിദ്യാ ബാലകൃഷ്ണന്റെ എലത്തൂരിലെ വിജയം ജയൻ കില്ലറായി വിദ്യ മാറുന്നത് അപ്രതീക്ഷിതം എന്നതിനപ്പുറത്ത് ഓരോ ബൂത്തിലും 50-ഉം 100-ഉം വോട്ട് വീതം ശശീന്ദ്രനെതിരെ UDF-ന് അനുകൂലമായി, വിദ്യയ്ക്ക് അനുകൂലമായി പോൾ ചെയ്യപ്പെടുന്നു എന്നുള്ളത് ആ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ എത്രത്തോളം തിരസ്കരിച്ചു എന്നതിന്റെ ഏറ്റവും നല്ല തെളിവായി മാറി. മുഹമ്മദ് റിയാസ് തന്നെ ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ 40,000 വോട്ടിനൊക്കെ ജയിക്കും എന്ന് പ്രതീക്ഷിച്ച് തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പേ ക്യാമ്പയിൻ തുടങ്ങിയ മണ്ഡലമാണ് ബേപ്പൂർ. പക്ഷെ അവസാനം 7,000-ലേറെ വോട്ടുകൾക്കാണ് അത് കഷ്ടിച്ച് ജയിച്ചു എന്ന് പറയേണ്ടി വരുന്നൊരവസ്ഥയിലേക്ക് ബേപ്പൂർ എത്തുന്നത്. പേരാമ്പ്രയിൽ ഫാത്തിമ താഹ്ലിയ ലീഗിന്റെ യുവനേതാവ് അട്ടിമറിക്കുന്നത് TP രാമകൃഷ്ണനെയാണ്. LDF കൺവീനർ, ഒരുപക്ഷെ അടിയന്തരാവസ്ഥക്കാലം തൊട്ടുള്ള സമര പാരമ്പര്യങ്ങളൊക്കെയുള്ള മുതിർന്ന നേതാവിനെ ഫാത്തിമ തന്റെ കന്നിയംഗത്തിൽ അട്ടിമറിക്കുന്നു. അപ്രതീക്ഷിതമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം പേരാമ്പ്രയിലെ വിജയം. അതുപോലെ ഓരോ മണ്ഡലങ്ങളിലും PK ഫിറോസ് കൊടുവള്ളിയിൽ നേടുന്നു. കുന്നമംഗലം PTA റഹീമിൽ നിന്ന് വർഷങ്ങൾക്ക് ശേഷം ലീഗ് തിരിച്ചു പിടിക്കുന്നു. ഓരോ മണ്ഡലങ്ങളിലും ബാലുശ്ശേരിയിൽ മറ്റൊരു അട്ടിമറി വിജയം. സച്ചിൻ ദേവിനെ സൂരജ് വൻ മാർജിനിലാണ് തോൽപ്പിക്കുന്നത്. വടകരയിൽ KK രമ കഴിഞ്ഞ തവണ ജയിച്ചതിന്റെ ഏതാണ്ട് ഇരട്ടി ഭൂരിപക്ഷത്തിനാണ് ഇത്തവണ ജയിക്കുന്നത്. അത് TP ചന്ദ്രശേഖരൻ രക്തസാക്ഷി ദിനത്തിലാണ് എന്നത് RP പ്രവർത്തകരെ സംബന്ധിച്ച് ആവേശഭരിതമാക്കുന്ന ഒന്നാണ്. കോഴിക്കോട് അക്ഷരാർത്ഥത്തിൽ അടിത്തറ ഇളക്കുന്ന വിധത്തിൽ ഇടതുമുന്നണി പതറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ തിരഞ്ഞെടുപ്പ് കഴിയുന്ന സായാഹ്നത്തിൽ കാണാനുള്ളത്. ശ്രീജ, ശരിയാണ്. കോഴിക്കോട് ചരിത്രം തിരുത്തിക്കുറിക്കുന്ന ഒരു ജനവിധിയിലേക്കാണ് പോയത്. പക്ഷേ അത് ഏറ്റവും ആദ്യം മാറ്റം എവിടെ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഇന്നലെ കൂടി തെരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ച് നോക്കുന്ന, അല്ലെങ്കിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രോസസ്സിനെ ശ്രദ്ധിച്ച് വീക്ഷിച്ച് എല്ലാവരും പറയുന്നത് കോഴിക്കോട് നിന്ന് ആ മാറ്റം തുടങ്ങുമെന്നാണ്. പക്ഷേ അതിലേറെ മാറ്റം പലയിടത്തും ഉണ്ടായി. തൂത്തുപെറുക്കി എറണാകുളത്തൊക്കെ എല്ലാ സീറ്റുകളും പൂർണ്ണമായും UDF തൂത്തെടുക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയുള്ള നിരവധി ജില്ലകളെ, മറ്റ് കോട്ടയത്ത് അതാണ് അവസ്ഥ, എറണാകുളത്ത് അതാണ് അവസ്ഥ, ഇടുക്കിയിൽ അതാണ് അവസ്ഥ, വയനാട്ടിൽ, തൃശ്ശൂരും പാലക്കാടും. ചെറിയ രീതിയിൽ ചെറുത്ത് നിൽക്കാൻ അല്പമെങ്കിലും സഹായിച്ചത് തൃശ്ശൂരും പാലക്കാടും ഒക്കെയാണ്.